ഹായ് ഗായ്സ്, ട്രിവാൻഡ്രത്ത് ഇപ്പം ആറ്റുകാൽ പൊങ്കാലയാണല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ എങ്ങനെ ഇരിക്കുന്നത്, ഇതൊന്ന് കാണാൻ ഇറങ്ങിയേക്കാലോ എന്ന് വിചാരിച്ച് വൈകുന്നേരം തിരക്കൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ട്രിവാൻഡ്രത്തുള്ളപ്പോഴല്ലേ ഈ ഒരു അവസരം കിട്ടുന്നതെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞങ്ങളെപ്പോലെയാണെന്ന് തോന്നുന്നു എല്ലാവരും വിചാരിച്ചേക്കുന്നത്. റോഡിലാണെങ്കിൽ നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു, ആരും തന്നെ വീട്ടിൽ ഇരിപ്പില്ലായിരുന്നു തോന്നുന്നു. ഞാൻ വിചാരിച്ചത് നാളെ പൊങ്കാല ഇടേണ്ടതുകൊണ്ട് എല്ലാവരും ചിലപ്പം വീട്ടിലൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ട്രിവാൻഡ്രം ഫുൾ കളറായിരുന്നു കേട്ടോ. അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. കൂട്ടത്തിലാണെങ്കിൽ എല്ലാ ജംഗ്ഷനിലും ഓരോ ഗാനമേളകളും പരിപാടി. ശരിക്കും ട്രിവാൻഡ്രത്ത് ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയമായിട്ടോ തോന്നിയത്. എന്ത് അടിപൊളിയായിട്ടല്ലേ ഇവർ ആഘോഷിക്കുന്നത്. പൊങ്കാല ഇടാനായിട്ട് ഇവർ നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അമ്പലം കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഓരോരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറേ തമ്പാനൂരൊക്കെ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരാണെങ്കിൽ കല്ല് കൂട്ടി വെച്ചിട്ട് അവിടെയാണെങ്കിൽ അവർ കിടക്കുകയൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം വിഷമമൊക്കെ തോന്നി കേട്ടോ. പിന്നെ ഓർത്തു അവരുടെ ഓരോ വിശ്വാസമാണല്ലോ. സത്യം പറഞ്ഞാൽ തിരക്കൊക്കെ ആയിട്ട് വന്നത് നമ്മൾ തമ്പാനൂർ കിഴക്കേക്കൂട്ടയൊക്കെ പോയപ്പോഴാട്ടോ. അവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കും കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ. എനിക്കാണെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങി നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വണ്ടി ഇടാനായിട്ട് ഒരു തുള്ളി സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു കേട്ടോ എവിടെ വണ്ടി ഇടണമെന്നൊക്കെ. ഓരോരോ ജംഗ്ഷനിൽ പോകുമ്പോൾ അവിടെയെല്ലാം പാട്ടും ബഹളവും ഒക്കെ. ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ കൂട്ടത്തിൽ ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അതൊന്നും പറ്റില്ലല്ലോ. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതൊന്ന് ആറ്റുകാൽ പൊങ്കാല എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയപ്പോൾ തന്നെ നാളെ എന്തായാലും നമുക്ക് ഈ വഴിക്ക് വരാനേ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ട്രിവാൻഡ്രത്തെ എല്ലാ വഴി കൂടെയും പോയി എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം ശരി, ബായ്.